അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അത് കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്തടിച്ചു മാറ്റി തീർത്തു എന്നൊക്കെ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അതിന് 69 രൂപ തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു. അതെന്തിനാ? നീ മിണ്ടരുത്, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. ഒരു മഞ്ഞ കളറിൽ. ഓക്കെ, എത്ര രൂപ വന്നെന്നാ പറഞ്ഞേ? വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമായി എത്ര രൂപ? 75,000 രൂപ. അതിൽ 69 രൂപ എടുത്ത് ഒരു ബൈക്ക് മേടിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആർക്ക്? കിച്ചുവിന്. ആരുടെ പേരില്? രേണു ചേച്ചിയുടെ രേണുകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേരിൽ. അത് മനസ്സിലായി. നിന്റെ ആലോചിക്കണം നിങ്ങളെ, എത്ര രൂപ? 75,000 രൂപ. എന്നെ വിശ്വസിക്കണം. എന്താടോ തനിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ എന്ന് വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ. പക്ഷേ ഇനി നിങ്ങൾ ബാക്കി കേക്ക്. ഒരു ബൈക്ക് ഞാനും ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചന് മേടിച്ചു കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. 75,000 രൂപ വന്നു എന്നാണ് രേണു പറയുന്നത്. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഒന്നുമില്ല, എന്റെ അമ്മയാണ്. ഒന്നുമില്ല. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണുവിന്റെ ഒരു അടിമ ഇട്ട വീഡിയോയിൽ അവര് പറയുന്ന ഒരു കണക്കുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അവര് കള്ളക്കണക്ക് പറഞ്ഞു എന്ന് നമുക്കിപ്പം ബാധിക്കാനൊന്നും പറ്റത്തില്ല. കാരണം രേണു കിച്ചുവിന് കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ പോലും അവരുടെ കയ്യിലിരിപ്പുണ്ട്. അവരത് നമ്മളെ കാണിച്ചതുമാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, രേണുവും ഇവരും ഒക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റിലാണ്. അപ്പോ രേണു പറയാതെ എന്തായാലും ഈ 1 ലക്ഷത്തിന്റെ കണക്കൊന്നും ആ ചേച്ചി പറയത്തില്ലല്ലോ. അവര് പറയുന്ന ഒരു കണക്കുണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടെ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരുപാട് ഫണ്ട് വന്ന് മറിഞ്ഞ് കിച്ചുവിനൊന്നും കൊടുത്തില്ലെന്ന്. 1 ലക്ഷത്തി എത്ര രൂപ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കണ്ടു കാണുമെന്തോ ശിവനെ. പിന്നെ 1 ലക്ഷത്തി എത്ര രൂപ കിട്ടി. അതില് 80,000 രൂപ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. 80,000 രൂപ മുടക്കിയാണ് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു കൊടുത്തത്. രേണു അങ്ങനല്ലല്ലോ പറഞ്ഞത്. രേണു വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപ തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു. ആ കിട്ടിയ പൈസക്കകത്തുനിന്ന് കിച്ചുവിന് ബൈക്ക് എടുത്തു കൊടുത്ത്. അത് കൊച്ച് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. കിച്ചു ചെറുതായതുകൊണ്ട് പിന്നെ ആരുടെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേർക്കാണ് വണ്ടി എടുത്ത് കിച്ചുവിന് കൊടുത്തത്. മനസ്സിലായ? അപ്പൊ അടിമക്കുട്ടി പറയുന്ന കണക്കെത്ര? 1 ലക്ഷത്തിന് മേളിൽ. അത് ശരി. അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. 1 ലക്ഷത്തി ചില്ലറ പൈസ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 80,000 രൂപ എടുത്താണ് ബൈക്ക് മേടിച്ചു കൊടുത്തതെന്ന്. രേണു സുധി, ഇതിലേതാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? എല്ലാരും വിളിച്ചു. അല്ല, നിങ്ങൾ തന്നെ പറ, ഇതിലേതാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? നിങ്ങൾ തന്നെ പറയുന്നു ബാങ്കിൽ വന്ന് തിരക്കിക്കോളാം. പിന്നെ നാട്ടുകാർക്ക് അതല്ലേ പണി? നിങ്ങളുടെ പുറകെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്നും കൂടെ ഇനി ഞങ്ങൾ തിരക്കണം. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. ബാങ്കിൽ വന്ന് അന്വേഷിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ. നിങ്ങളുടെ ഈ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് വന്ന് വേറൊരു കഥ പറയുമ്പോഴത്തേക്ക് ഇതിലെല്ലാം ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പൈസയുടെ കണക്കിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കും? എന്നെ കഷ്ടല്ലേ.
കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. അത് ഒന്നാമത്തെ ചോദ്യം. പിന്നെ ആ ബൈക്ക് ഇപ്പൊ എവിടെ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അല്ല, കിച്ചുവിന് പ്രായമായിട്ടില്ല, 18 വയസ്സായിട്ടില്ല, അവനൊരു ബൈക്ക് ഓടിക്കാനുള്ള പ്രായമായിട്ടില്ലെങ്കിൽ അവന് ബൈക്ക് എടുത്തു കൊടുക്കേണ്ട കാര്യം എന്താ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അവന്റെ പേരിൽ ആ പൈസ ബാങ്ക് അക്കൗണ്ടിൽ വല്ലതും ഇടായിരുന്നല്ലോ. അതും ആ ബൈക്ക് എടുത്തു കൊടുത്തത് റേണു ചുധിയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേരില്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. അതെന്ത് പരിപാടിയാ അത്? അല്ലാതെ അത്ര നല്ല പരിപാടിയായിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കേലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. രേണുസുധി കൂട്ടുകാരിയോടൊന്ന് പറയുന്നു, ജനങ്ങളോട് വേറൊന്ന് പറയുന്നു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഇതിൽ ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രേണുസുധി തന്നെ പറ, ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ ആറുമല്ല പൈസയുടെ കണക്ക് പറഞ്ഞത്, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെയാ പറയുന്നത് പല കണക്ക്. ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ മലയാളം അറിയാലേ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.